ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്ക്രീനും നിങ്ങൾക്ക് കാണാമല്ലോ. പ്രൈസ് ദി ലോർഡ്. നാം കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതായ വേദഭാഗത്ത് നിന്ന് തുടരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് തരുന്നതായ വിലപ്പെട്ടതായ ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നതായ ജ്ഞാനം അഥവാ വിസ്ഡം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വേദപുസ്തകത്തില് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായ കൽപ്പന ഏതെന്ന് ചോദിച്ചാൽ ആ കൽപ്പന ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതായ കാര്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം നാം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുവാനായിട്ടിടയായിട്ട് തീരും. ജ്ഞാനത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ 3 പദങ്ങളുണ്ട്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതായ പദങ്ങളാണ്. 1 ഇൻഫർമേഷൻ, 2 നോളജ്, 3 വിസ്ഡം. ഇത് 3 ഡിഫറെന്റ് ആണ്. ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതായ അറിവുകൾ, നമുക്ക് കിട്ടുന്നതായ ഇൻഫർമേഷൻ, അതായത് നമുക്ക് കിട്ടുന്നതായ വിവരങ്ങൾ. ആ വിവരങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ പല വിഷയങ്ങളെ സംബന്ധിച്ച്, പല കാര്യങ്ങളെ സംബന്ധിച്ച് നാം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ, നമുക്ക് പ്രയോജനപ്പെടുന്നതും പ്രയോജനപ്പെടാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നോളജ് അല്ലെങ്കിൽ അറിവുകളായിട്ട് രൂപപ്പെടുന്നില്ല. നോളജ് ആയിട്ട് ഇൻഫർമേഷൻസിനെ നമുക്ക് നോളജ് ആയിട്ട് മാറ്റണം. നോളജ് ആയിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം സയന്റിഫിക്കൽ മെത്തേഡില് പ്രത്യേകമായി നാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നോളജ് എന്നതായ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയിലേക്ക് കയറി ചെന്നാൽ ആ ലൈബ്രറിയിൽ വിവിധ വിഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ഷെൽഫുകൾ കാണുവാനായിട്ട് കഴിയും. ആ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്നതായ പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് പൊളിറ്റിക്കലായിരിക്കും, മറ്റൊരു സ്ഥലത്ത് സയന്റിഫിക്കലായിരിക്കും, മറ്റൊരു സ്ഥലത്ത് ഫിക്ഷൻസ് ആയിരിക്കാം, മറ്റൊരു സ്ഥലത്ത് പോയംസ് ആയിരിക്കാം എന്ന് തുടങ്ങി ഏതൊക്കെ കാറ്റഗറികളുണ്ടോ ആ കാറ്റഗറികളുമായിട്ട് ബന്ധപ്പെട്ടതായ പുസ്തകങ്ങളാണ് വിവിധ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് കിട്ടുന്നതായ ഇൻഫർമേഷൻസ് പെട്ടെന്ന് നമുക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ക്രമീകരിച്ച് വെക്കുമ്പോഴാണ് അതിനെ നോളജ് എന്നുള്ളതായ പദം കൊണ്ട്, അല്ലെങ്കിൽ നോളജ് എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ നോളജ് ഉള്ളതായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ തന്നെ നിന്ന് സംസാരിക്കുവാനുള്ളതായ കപ്പാസിറ്റി അവനുണ്ടാകും. ആ വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ എത്രത്തോളം ഇൻഫർമേഷൻസ് ആണോ അവൻ കളക്ട് ചെയ്തിരിക്കുന്നത്, ആ ഇൻഫർമേഷൻസ് അത് ആ വിഷയത്തുള്ളതായ ബന്ധത്തിൽ നോളജ് ആയിട്ട് അത് മാറ്റപ്പെടുകയാണ്. ഈ നോളജ് ഉള്ളതായി എല്ലാവരും തന്നെ വിസ്ഡം ഉള്ളവരായി മാറാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ നോളജ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് വിസ്ഡമായിട്ട് മാറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ്ഡമിനെ സംബന്ധിച്ച് എബ്രായ ഭാഷയിലുള്ളതായ ഒരു അർത്ഥ വിന്യാസമുണ്ട്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ജീവൻ എന്ന്. ജീവൻ. അപ്പോ ആ കിട്ടുന്നതായ നോളജ് നമ്മുടെ ജീവിതത്തിന്റെ പ്രയോജനത്തിനായി നാം മാറ്റുമ്പോഴാണ് നാം വിസ്ഡം ലെവലിലേക്ക് ഉയരുന്നത്. അപ്പൊ ദൈവം നമുക്ക് തരുന്നതായ വിസ്ഡം ഉണ്ട്. ആ വിസ്ഡം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസ് നോളജ് ആക്കി മാറ്റുകയും ആ നോളജിനെ നമ്മൾ വിസ്ഡമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. ദൈവസന്നിധിയിലേക്ക് വരുമ്പോ 2 തരത്തിലുള്ളതായ വിസ്ഡമുണ്ട്, 2 തരത്തിലുള്ളതായ ജ്ഞാനമുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗം അല്ലെങ്കിൽ അതിന് ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിന് സോഫിയ എന്ന് പറയും. നമ്മൾ നേരത്തെ അത് ചിന്തിച്ചിട്ടുള്ളതായ വിഷയമാണ്. വിസ്ഡമിന്റെ
ഒരു ഭാഗം എന്ന് പറയുന്നത് സോഫിയ എന്ന് പറയും. സോഫിയ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതായ വിസ്ഡം അത് മനസ്സിലാക്കുകയും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ ആഴമായി ഗ്രഹിക്കുവാനും അത് ഓർമ്മയിൽ വെക്കുവാനുമുള്ളതായ കപ്പാസിറ്റിയാണ് സോഫിയ എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ലോകപ്രകാരമുള്ളതായ അറിവുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടത്തക്കതായ വിധത്തിൽ കൺവെർട്ട് ചെയ്യുവാൻ മാറ്റുവാനായിട്ട് ലഭിക്കുന്നതായ ആ കപ്പാസിറ്റിയാണ് സോഫിയ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇതുവരെയും ലഭിക്കാത്തതും പുതിയ നിയമസഭയിലുള്ളതായ നമ്മെ സംബന്ധിച്ച് ഇനിയും ലഭിക്കാനിരിക്കുന്നതുമായ വിസ്ഡമിന്റെ രണ്ടാമത്തെ പാർട്ടുണ്ട്. ആ രണ്ടാമത്തെ പാർട്ടിന് പറയുന്ന പേരാണ് ഹുക്കുമ എന്ന് പറയുന്നത്. ഹുക്കുമ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞു. ആ ജ്ഞാനത്തെ കുറിച്ച് പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനുമായ ദൈവം. അപ്പൊ ഇല്ലാത്തതായ ഒരു കാര്യം, അതിനെക്കുറിച്ച് അതിന്റെ അടിസ്ഥാനമില്ല, അതിനെക്കുറിച്ചുള്ളതായ അറിവില്ല, അതിനെക്കുറിച്ചുള്ളതായ യാതൊരു ഇൻഫർമേഷനും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അതിന്റെ പൂർണ്ണതയിൽ അതിനെ ഉളവാക്കി കൊണ്ടുവരുന്നതായ ദൈവിക അറിവ് അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം, അതിനെയാണ് ഹുക്കുമ എന്ന് പറയുന്നത്. ദൈവം പുതിയ നിയമവിശ്വാസികളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ ലോകത്തിലെ നന്മയല്ല, ഈ ലോകത്തിലെ ഉയർച്ചയല്ല, ഈ ലോകത്തിലുള്ളതായ സുഖജീവിതമല്ല, പിന്നെയോ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ദൈവം അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നതായ ഹുക്കുമയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രയോജനം എന്ത് എന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, എന്റെ പിതാവ് ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം നിത്യതയിലേക്ക് പോകുമ്പോ 24 മണിക്കൂറും കൈകൊട്ടി പാടുവാൻ ഉള്ളവരല്ല നമ്മൾ. എപ്പോഴും കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലേക്കല്ല പുതിയ നിയമവിശ്വാസികളായ നമ്മെ കർത്താവ് കൊണ്ടുപോകുന്നത്. ആരാധന അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടൊപ്പം ദൈവം എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ചെയ്യുവാൻ, ദൈവത്തോടൊപ്പം ചെയ്യുവാൻ കഴിവുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റുവാനായിട്ടാണ് നിത്യതയിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ആ അറിവിലേക്ക് അബ്രഹാമിനെ നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഒരു പ്രതിഫലനം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ 4ാമത്തെ സ്റ്റേജിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് 4ാമത്തെ സ്റ്റേജ് പഠിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദീകരിക്കാം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് തുടർച്ചയായിട്ട് പഠിക്കുവാനായിട്ട് നാം പോകുന്നതായ വിഷയം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണ്. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. അബ്രഹാമിന്റെ ജീവിതത്തെ 4 പാർട്ടായിട്ട് നാം തിരിച്ചു. അതിൽ 1ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 12, 13, 14 അധ്യായങ്ങളാണ്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം വിശദമായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. 2ാമത്തെ സ്റ്റേജിലേക്ക് അബ്രഹാമിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുകയാണ്. 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 2 വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. ആ 2 വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 2 അധ്യായങ്ങളാണ്. 2 അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായവും 16-ാം അധ്യായവുമാണ്. ഇതിൽ 15-ാം അധ്യായം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതൊന്നും മാത്രമല്ല, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച റിഡംഷൻ ഓഫ് മാൻകൈൻഡ്, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. നമ്മളത് വെറുതെ വായിച്ചു വിടാറാണ് പതിവ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എന്ന് പറയുന്നത് നാം വെറുതെ വായിച്ചു വിടും. അത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നിരിക്കും, ചില കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എന്നിരിക്കും. മനസ്സിലായി, മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ നാം അടുത്ത അധ്യായത്തിലേക്ക് കഥ വായിക്കുന്നതിന്റെ കൂട്ട് നാം അടുത്ത അധ്യായത്തിലേക്ക് പോകും.
ഇതാണ് സാധാരണ നമ്മൾ പൊതുവെ ഉള്ളതായ സർഫസ് റീഡിങ്ങിലെ റീഡേഴ്സ് എല്ലാം ചെയ്യുന്നതായ കാര്യം. നമ്മളെ സംബന്ധിച്ച് നാം സർഫസ് റീഡേഴ്സ് അല്ല, നാം രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലിൽ വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ഈ 15-ാം അധ്യായം എങ്ങനെയാണ് അത്രത്തോളം പ്രാധാന്യമായി തീർന്നത് എന്നുള്ളത് നമുക്ക് ഈ അധ്യായം പഠിച്ചു കഴിയുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവിക വിസ്ഡം അവനിൽ പകരേണ്ടതിനു വേണ്ടി ദൈവം എന്താണോ അബ്രഹാമിനെ കുറിച്ച് കാണുന്നത്, ദൈവം എന്താണോ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവം എന്താണോ അബ്രഹാമിനെ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് പോകുന്നത്, അതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവം ചെയ്യുവാനിരിക്കുന്നതായ ഏറ്റവും വലിയ കാര്യം ഒരു പാർട്ട് ഇപ്പോൾ നിർവഹിച്ചു എങ്കിലും ഇതുവരെ ഇനിയും അത് ഫുൾഫില്ല് ചെയ്യുവാനിരിക്കുന്ന, നിവർത്തീകരിപ്പാനിരിക്കുന്നതായ ആ പ്രവൃത്തിയുടെ രണ്ടാമത്തെ സ്റ്റേജ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ദൈവിക പ്രവൃത്തിയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്? ഈ മാനവജാതിയുടെ വീണ്ടെടുപ്പാണ്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തിരിക്കുകയാണ്. അതിന്റെ കർത്താവ് എന്താ ചെയ്തത്? തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം ബലിയാക്കി തീർത്ത് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ ആവശ്യമായ സകല മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി വെച്ച് വേണ്ടതായ ഇൻസ്ട്രക്ഷൻസും ശാസനകളും ഇൻഫർമേഷൻസും എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് തന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ പിൻബലത്തിൽ. അതനുസരിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ച് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഉത്തരവാദിത്വം. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഈ ദൈവിക വീണ്ടെടുപ്പ്, മാനവജാതിയെ വീണ്ടെടുക്കേണ്ടതായ ദൈവത്തിന്റെ പദ്ധതി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് എന്തെല്ലാം താൻ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഇന്നതാണ് എന്ന് അറിയിക്കുകയാണ് 15-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം താൻ തിരഞ്ഞെടുത്തതായ തന്റെ ദാസനായ അബ്രഹാം മുഖാന്തരം ചെയ്യുന്നത്. അബ്രഹാമിന് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ഉള്ള അറിവ് തന്നെ വിഫലമാണെന്ന് മനസ്സിലാക്കി വളരെ നിരാശയിലായി ഇനിയും ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ളതായ ആ ചിന്താമണ്ഡലത്തിലേക്ക്, ആ ഒരു സ്റ്റേജിൽ അബ്രഹാം എത്തി നിൽക്കുകയാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? വായിക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ധർമ്മസേവകനായ ഈ എലയാസർ അത്രയെന്ന് പറഞ്ഞു. അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ഏതാണ്ട് 10-11 വർഷം കഴിഞ്ഞു. തനിക്ക് കൊടുത്തതായ വാഗ്ദത്തം ഇന്നല്ലെങ്കിൽ നാളെ നിറവേറുമെന്നുള്ളതായ ആ ഒരു ചിന്തയിൽ യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തെ പിൻപറ്റുവാൻ കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് യാത്രയാകുകയും അവിടെ അവൻ പാർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അബ്രഹാമിന് അതുവരെയും വാഗ്ദത്തം നിവൃത്തീകരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുകയാണ്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഫിയർ നോട്ട് അബ്രഹാം, ഐ ആം ദൈ ഷീൽഡ് ആൻഡ് ദൈ എക്സീഡിംഗ് ഗ്രേറ്റ് റിവാർഡ്. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അബ്രഹാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കേട്ട് അങ്ങ് തഴമ്പിച്ചതുപോലെ അബ്രഹാം പറയുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും?
what wilt thou give me, seeing I am I go childless, and the steward of my house is this Eliezer of Damascus. ഈ ദമേശക്കുകാരനായ എലിയാസറാണ് എന്റെ അവകാശിയാകാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം എനിക്കൊരു മകൻ ജനിച്ചിട്ടില്ല, ഇനി എനിക്കൊരു മകൻ ജനിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ എനിക്കുള്ളതായ ഈ സകല സമ്പത്തും, ഈ ആടുമാടുകളും, ഈ മൃഗസമ്പത്തും, ദാസീദാസന്മാരും എന്റെ കാലശേഷം ആരായിരിക്കും? എന്റെ കാര്യസ്ഥനായിരിക്കുന്നതായ എലിയാസറിൻ്റെതായിരിക്കും എന്നുള്ളതായ നിരാശയുടെ അടിത്തട്ടിൽ നിന്നാണ് അബ്രഹാമിന്റെ ആ മറുപടി. അബ്രഹാമിന് ദൈവിക പദ്ധതിയെ കുറിച്ച് ഒരറിവുമില്ല എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നോക്കൂ, പലപ്പോഴും ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം നാം പ്രാപിക്കാതിരിക്കുന്നിടത്തോളം നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് നമുക്കറിയാൻ ബുദ്ധിമുട്ടാണ്. നാം ഈ ലോകത്തിൽ ദൈനംദിന ജോലികൾ ചെയ്ത് ബിസിയോട് ബിസി, തിരക്കോട് തിരക്ക്, അൾട്ടിമേറ്റ്ലി നമ്മുടെ കൈവശം എന്തുണ്ട്? മാസാവസാനമാകുമ്പോൾ ഒന്നുമില്ല, പൂജ്യം ബാലൻസ് ആണ്. അത് എത്ര വർഷം അധ്വാനിച്ചാലും അത് തന്നെയാണ്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നാം നെട്ടോട്ടം ഓടുകയാണ്. കാരണം എന്താ? നമ്മുടെ ജീവിതചര്യ അങ്ങനെയാ. നമുക്ക് നാളെയെ കുറിച്ചുള്ളതായ ആശയുണ്ട്, നാളെയെ കുറിച്ചുള്ളതായ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മെ ദൈവം ആരാക്കി തീർക്കുമെന്ന്, അല്ലെങ്കിൽ ആരാക്കി തീർക്കാനാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടറിയില്ല? ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യാത്തതാണ് അതിന് കാരണം. അബ്രഹാമിന് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അബ്രഹാം ദൈവം പറഞ്ഞത് വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സംഭവിക്കുമോ എന്ന് അബ്രഹാമിന് അറിയില്ല. സംഭവിക്കുമെങ്കിൽ തന്നെ എങ്ങനെ സംഭവിക്കുമെന്ന് അബ്രഹാമിന് ഒരു ചിന്തയുമില്ല. അതിനുള്ളതായ സാഹചര്യമൊന്നും അബ്രഹാമിനില്ല. അബ്രഹാം അക്കാര്യമാണ് പറഞ്ഞത്, ഞാനല്ല ഇനി ഇതിന്റെയൊക്കെ അവകാശി, ഇതിന്റെ എല്ലാവിധ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്റെ ദാസനായ ഈ ദമേശക്കുകാരനായ എലിയാസറായിരിക്കുമെന്നാണ്. പക്ഷേ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞത് എന്തെന്ന് നോക്കാം. അബ്രഹാം പറഞ്ഞതായ ആ റീസൺ നോക്കിക്കേ. 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറയുകയാ. തീർത്തങ്ങ് പറഞ്ഞിരിക്കുകയാ. ഇനി ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതായ ആ ഒരു അൾട്ടിമേറ്റ് പോയിന്റിൽ അബ്രഹാം നിൽക്കുകയാണ്. പക്ഷേ അബ്രഹാമിന്റെ അജ്ഞത മാറ്റി ദൈവിക പദ്ധതി അബ്രഹാമിൽ കൂടെ എങ്ങനെയാണ് ആരംഭിച്ചതെന്നും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും എങ്ങനെ അത് നിത്യതയിൽ അവസാനിക്കുമെന്നും അബ്രഹാമിനെ അറിയിക്കേണ്ടതിന് ദൈവം ഒരു പദ്ധതി അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വാതിലുകളെ അബ്രഹാമിന് വേണ്ടി തുറക്കുന്നതായ ഒരു അധ്യായമാണ് 15-ാം അധ്യായത്തിന്റെ തുടർന്നുള്ളതായ ഭാഗം. 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവൻ യഹോവയുടെ അരുളപ്പാട്. അബ്രഹാമേ, നീ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നീ ചിന്തിക്കുന്നത് പോലെയല്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനം വെച്ചുകൊണ്ട് നീ കരുതുന്നത് പോലെ അല്ല ദൈവം നിന്നെ കുറിച്ച് ചെയ്യുവാനിരിക്കുന്നതായ പദ്ധതി. നീ പറയുന്നല്ലോ എലിയാസറായിരിക്കും എന്റെ അവകാശി എന്ന്. എന്നാൽ കേട്ടോ, എലിയാസറായിരിക്കുകയില്ല. എലിയാസർ നിന്റെ അവകാശിയാകുകയില്ല. തീർത്തു പറയുകയാ. പിന്നെ ആരാകും? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവൻ ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നേരത്തെ കേട്ടതാണ്. പക്ഷേ കേട്ടത് വിശ്വസിക്കത്തക്കവണ്ണമുള്ളതായ ജ്ഞാനം അവന്റെ ഉള്ളത്തിൽ ലഭിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തെന്ന് നോക്കി അബ്രഹാമിനോട് ചെയ്തത്. അതിന്റെ 5-ാമത്തെ വാക്യം, പിന്നെ അവൻ
അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അബ്രഹാമിന് ജ്ഞാനം പ്രാപിക്കത്തക്ക രീതിയിൽ അബ്രഹാമിന്റെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തിയിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ കണ്ണുയർത്തി നീ എന്ത് ചെയ്യണം? ആകാശത്തേക്ക് നോക്കണം. ആകാശത്ത് നീ എന്താ കാണുന്നത്? ആകാശത്ത് നീ നക്ഷത്രങ്ങളെ നിനക്ക് കാണാൻ കഴിയുമല്ലോ. ഈ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണ, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. നമുക്ക് അവിടെ ഒരു ചെറിയൊരു ചിന്താക്കുഴപ്പമുണ്ട്. ഒരു മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നതായ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് പരിമിതിയുണ്ട്. 1000 അല്ലെങ്കിൽ 1100 1500 നക്ഷത്രങ്ങളെ മാത്രമേ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ആ ആകാശത്തിന്റെ വാതായനങ്ങളെ അബ്രഹാമിനു വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഒരു ശക്തിയേറിയതായ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ, ഒരു ദൂരദർശിനിയിൽ കൂടെ നോക്കിയാൽ കാണുവാൻ കഴിയാത്ത തരത്തിൽ അബ്രഹാം കണ്ടതെന്താണ്? തന്റെ ഉള്ളത്തെ ആ ജ്ഞാനത്തിന്റെ ദൃഷ്ടിയെ, ആ ഉള്ളത്തിന്റെ പ്രകാശം കൊടുത്തു കഴിഞ്ഞപ്പോ, അഥവാ അബ്രഹാമിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞപ്പോ ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെ അല്ല അവൻ കണ്ടത്. അതിനുപരിയായി ദൈവം വിളിച്ചിരിക്കുന്നതായ അസംഖ്യം നക്ഷത്രങ്ങളെ അവന് കാണുവാനായിട്ടിടയായി. അബ്രഹാമിന് എണ്ണുവാൻ കഴിയാത്തത് കൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞു. എങ്ങനെയാകുമെന്നാണ് നമുക്ക് തിരുവനന്തപുരം കാണുവാനായിട്ട് കഴിയും. അതിനോട് ഒരു താരതമ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അബ്രഹാമിന്റെ സന്തതികളുടെ എണ്ണം എങ്ങനെയാകും? കടൽക്കരയിലെ മണൽ പോലെയാകുമെന്ന് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ പെരുപ്പത്തിൽ കാണത്തക്ക വിധത്തിൽ അബ്രഹാമിന്റെ ഹൃദയ ദൃഷ്ടി തുറന്നു കൊടുത്തു. അബ്രഹാം ജ്ഞാനദൃഷ്ടിയിൽ അത് കാണുവാനിടയായി. അത് കണ്ടത് കൊണ്ട് അടുത്ത വാക്യം, അബ്രഹാം എന്ത് ചെയ്തു? യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അത് കണ്ട് വിശ്വസിക്കത്തക്കതായ വിധത്തിൽ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവിക സന്ദർശനങ്ങൾ ഒന്നല്ല രണ്ടല്ല അനവധി നേരിട്ടതായ വിവരം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അബ്രഹാമിനെ അനുഭവത്തിൽ കൂടെ അവൻ നടത്തിക്കൊണ്ടുവന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവം അവന് ചെയ്യുവാനിരിക്കുന്നതായ നന്മയെ കാണത്തക്ക വിധത്തിലുള്ളതായ ജ്ഞാനം അവന് ലഭ്യമായി തീർന്നു. അപ്പോ ദൈവത്തിന്റെ ജ്ഞാനം വെറുതെ ലഭിക്കുന്നതല്ല. ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ കൂടെ നമ്മത് സ്വരൂപിച്ചെടുക്കേണ്ടതാണ്. ദൈവ ശബ്ദത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മെ നടത്തുന്നതായ വഴികളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ അനുഭവങ്ങളുടെ പിൻബലത്തോടെ നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഉയരങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പാനിടയായിട്ട് തീരും. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതായ പല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. അങ്ങനെ ഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം പ്രാപിക്കുന്നതായ ആദ്യത്തെ ഭാഗമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. ആ വാക്യത്തിൽ എന്തുകൊണ്ട് ഈ 15-ാം അധ്യായം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അബ്രഹാമിനോട് പറഞ്ഞത് ഈ ദേശത്ത് വായിക്കാം. 7-8 വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം. പിന്നെ
പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളിച്ചെയ്തു. Praise the Lord. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയാകുന്നു ഞാനെന്ന് അവൻ പറഞ്ഞു. തുടർന്ന് അബ്രഹാം ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നാള് കഴിഞ്ഞ 10-12 വർഷമായി എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ ഒന്നും നടക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ ഞാനത് കാണുവാനിടയായി. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ലഭിക്കണം. അതെങ്ങനെ? ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്റെ സന്തതി വർദ്ധിച്ചു വരുമെന്നുള്ളത് എങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന്, എന്തോന്നിനാൽ അറിയാം, ഞാൻ എങ്ങനെ അത് അറിയുമെന്ന് അവൻ ചോദിച്ചപ്പോ അടുത്ത ഭാഗത്തേക്ക് ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അത് ഏകപക്ഷീയമായിരിക്കുന്നതായ, അല്ലെങ്കിൽ വോളണ്ടിയറായി ദൈവം അബ്രഹാമുമായി ചെയ്യുന്ന ഒരു ഉടമ്പടിയിലേക്ക്, കവനന്റ് വിത്ത് അബ്രഹാം, അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗത്തേക്കാണ് അബ്രഹാമിനെ യഹോവയായ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്നുള്ളതായ ഭാഗം ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ ഇന്ന് വരെയുള്ളതായ കാര്യം മാത്രമല്ല, ഇനി സംഭവിപ്പാനിരിക്കുന്നതായ കാര്യങ്ങൾ ഉൾപ്പെടെ ഭൂമിയിൽ കർത്താവായ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അക്ഷരീകമായി, ലിറ്ററലായി തന്റെ സിംഹാസനം വെച്ച് ഈ ഭൂമി ഭരിക്കുന്നിടം വരെയുള്ളതായ കാര്യങ്ങൾ, തുടർന്നുള്ളതായ ഭാഗത്തെ ഉടമ്പടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതായത് അന്ന് അബ്രഹാമുമായിട്ട് സംസാരിക്കുന്നതായ ഈ കാലഘട്ടം മുതൽ നിത്യരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് വരെ ലോകത്ത് നടക്കാനിരിക്കുന്നതായ സംഭവങ്ങളെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ സാധാരണ രീതിയിൽ 2 പാർട്ടികൾ മെയിൻ ആയിട്ട് കാണും. കുറഞ്ഞത് 2 പാർട്ടികൾ കാണും. 2 പാർട്ടികൾ തമ്മിൽ ചെയ്യുന്നതായ കാര്യങ്ങളുടെ ഉറപ്പാണ് ഈ കവനന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്നത്. സാധാരണ ഉടമ്പടിയിൽ അല്ലെങ്കിൽ സാധാരണ കവനന്റിൽ ഈ ഉൾപ്പെടുന്നതായ 2 ക്ലയൻസും 2 പാർട്ടിയും എന്ത് ചെയ്യണം? ഒപ്പുവെക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആരോടാണ് ഉടമ്പടി ചെയ്യുന്നത്? യഹോവയായ ദൈവം തന്റെ ദാസനായ അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അവിടെ ദൈവം ഉടമ്പടി ചെയ്യുമ്പോ ദൈവം സൈൻ ചെയ്യുകയാണ്. അബ്രഹാമും എന്ത് ചെയ്യണമായിരുന്നു? സൈൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ അബ്രഹാം സൈൻ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം അബ്രഹാമിനോട് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോ ഒരു കാര്യം അബ്രഹാമിനോട് ദൈവമായ യഹോവ പറഞ്ഞു, ഇത് എന്റെ പദ്ധതിയാണ്, ഇത് ഞാനായി തീരുമാനിച്ചതായ പദ്ധതിയാണ്, ഞാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തതാണ്, ഞാനായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, ഞാൻ നിന്നിൽ കൂടിയാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പിനുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. നീ സമ്മതിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, നീ അതിൽ നിന്ന് പിന്മാറിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഞാനത് നിർവഹിക്കുമെന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഏകപക്ഷീയമാണ്. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെ ഏകപക്ഷീയമായി തീർന്നു എന്നുള്ളത് തുടർന്നുള്ളതായ ഭാഗത്ത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. 9-ാമത്തെ വാക്യത്തിലേക്ക്, 9-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോ ആ ഉടമ്പടിക്ക് വേണ്ടതായ കാര്യങ്ങൾ അബ്രഹാമിനോട് കൊണ്ടുവരുവാൻ പറയുകയാണ്. ഈ ഭാഗം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്.
ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായ അനേക കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നവയുമാണ്. അത് നാം അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയാൽ അത് നാം കേട്ടു നിൽക്കുന്നതായ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് അപ്പോഴത്തേക്ക് മാത്രമല്ല, ഇപ്പോൾ വായിക്കുന്നതായ നമുക്ക് അത് സംഭവിച്ചതായ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് ഇവിടെ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയവും കൂടാതെ തന്നെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇവിടെ എന്താണ് നമുക്ക് ആ ഭാഗത്തേക്ക് അല്പം ഡീപ്പായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയെയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. ഇവിടെ 5 കാര്യങ്ങളാണ് അബ്രഹാമിനോട് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് അബ്രഹാം അതെല്ലാം കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു അതെല്ലാം എന്ത് ചെയ്യണം? ഒത്ത നടുവെ പിളർത്തി വെക്കുവാനായിട്ട് പറഞ്ഞു. പക്ഷിയെയോ അവൻ പിളർന്നില്ല. ഞാൻ നേരത്തെയൊക്കെ പഠിച്ചതെന്നതും ഞാൻ പ്രസംഗിച്ചതുമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷികളെ പിളർക്കാത്തത് കൊണ്ട് ദൈവം വരാൻ താമസിച്ചെന്നും ദൈവം വരാൻ താമസിച്ചത് കൊണ്ട് അതിന്മേൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നെന്നും, അങ്ങനെ റാഞ്ചൻ പക്ഷി യഹോവയായ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരുവാൻ താമസിച്ചത് കൊണ്ട് അബ്രഹാമിന് ഉറക്കം വന്നെന്നും അബ്രഹാം ഉറങ്ങിപ്പോയത് കൊണ്ടുള്ളതായ ശാപമാണ് തലമുറകൾക്ക് അവര് അറിയപ്പെടാത്തതായ ദേശത്ത് 400 വർഷം പാർക്കുമെന്നുള്ളതായ അറിവ് ലഭിച്ചതും നമുക്കുള്ളതായ ട്രാൻസ്ലേഷനും അതോടുള്ളതായ ബന്ധത്തിലുള്ളതായ പ്രസംഗങ്ങളും ഒക്കെ ആയിരുന്നു പറഞ്ഞതും കേട്ടതും പഠിപ്പിച്ചതുമൊക്കെ. പ്രൈസല്ലോ. എന്നാൽ കാര്യങ്ങളുടെ ഗൗരവം അങ്ങനെയായിരുന്നില്ല എന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ അറിവ് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ആ അറിവ് വെച്ച് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ചിലർ പഠിപ്പിക്കുന്നുണ്ട് ഇത് അബ്രഹാം കഴിച്ചതായ യാഗമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് അബ്രഹാം കഴിച്ചത് യാഗമേ അല്ല. യാഗവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് ഇതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുരാതന കാലത്ത് 2 പാർട്ടികൾ തമ്മിൽ ചെയ്യുന്നതായ പല ഉടമ്പടികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ബ്ലഡ് കവനന്റ് ആണ്, അല്ലെങ്കിൽ രക്ത ഉടമ്പടിയാണ്. ആ രക്ത ഉടമ്പടി എന്ന് പറയുമ്പോ അത് രക്തത്തിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതായ ഉടമ്പടിയാണ്. ഇത് രക്ത ഉടമ്പടികളുടെ ഏറ്റവും ഉന്നതമായ വെർഷനാണ് നമുക്ക് ഈ 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതിലെന്താണ്? 3 വയസ്സുള്ളതായ ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ളതായ ഒരു കോലാടിനെയും 3 വയസ്സുള്ളതായ ഒരു ആട്ടുകൊറ്റിനെയും കൊണ്ടുവന്ന് അതിനെ നടുവേ ജീവനോട് എന്ത് ചെയ്യണം? അതിനെ നടുവേ പിളർക്കണം. ജീവനുള്ളതായ ഒരു മൃഗത്തെ നടുവേ പിളർന്നാൽ എന്താ സംഭവിക്കുക? അത് ജീവൻ നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകുവാനായിട്ടിടയായി തീരുകയാണ്. ആ രണ്ടായിട്ട് പിളർത്തിയിട്ട് 2 ഭാഗത്തേക്ക് ഇത് മാറ്റിവെക്കുമ്പോ, സെപ്പറേറ്റ് ചെയ്തത് മാറ്റിവെക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരാളിന് നടന്നു പോകുവാനുള്ളതായ ഒരു വഴി പോലെ ഒരു ഗ്യാപ്പ് അതിന്റെ ഇടയിൽ ഇടണം. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഈ 2 മൃഗങ്ങളുടെ ഇടയിൽ കൂടെ കവനന്റ് ചെയ്യുന്ന, ഉടമ്പടി ചെയ്യുന്നതായ 2 പാർട്ടികളും എന്ത് ചെയ്യണം? ഇതിന്റെ നടുവേ കൂടെ കടന്നു പോകണം. ഇതിന്റെ നടുവേ കൂടെ കടന്നു പോകുമ്പോ ജീവനുള്ളതായ രക്തത്തെ സാക്ഷിയാക്കി ചെയ്യുന്നതായ ഉടമ്പടി, അവരിൽ ഒരാൾ മരിക്കുന്നതുവരെ ആ ഉടമ്പടിക്ക് പിന്നെ യാതൊരു കാരണവശാലും ബ്രേക്ക് വരികയില്ല.
അങ്ങനെ ബ്രേക്ക് വരാൻ പാടില്ല. ഇതാണ് ആ ഉടമ്പടിയുടെ കണ്ടീഷൻ. ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞു, ഇത് പുലർത്തി വെക്കാനായിട്ട് പറഞ്ഞു. പുലർത്തി വെക്കുകയാണ്. പുലർത്തി വെച്ചിട്ട് എന്ത് ചെയ്തു? അബ്രഹാം കാത്തിരിക്കുകയാണ്. അബ്രഹാം കാത്തിരിക്കുമ്പോ യഹോവയായ ദൈവത്തിന്റെ പ്രസൻസ് വരുവാനായിട്ട് അവിടെ താമസം നേരിടുവാനായിട്ടിടയായി. നമുക്ക് അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 11-ാമത്തെ വാക്യത്തിൽ ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു എന്ന് കാണുന്നു. എന്താണ് ഈ റാഞ്ചൻ പക്ഷികൾ? വേദപുസ്തകത്തിൽ ഈ ആകാശത്തിലെ പറവകൾ അല്ലെങ്കിൽ റാഞ്ചൻ പക്ഷികൾ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം എന്ന് പറയുന്നത്, ആകാശത്തിലെ റാഞ്ചൻ പക്ഷികൾ എന്ന് പറയുന്നത് ജാതീയ രാജാക്കന്മാരെ കുറിക്കുന്നതായ ഒരു പദമാണത്. രാജാക്കന്മാരെ കുറിക്കുന്ന പദം. ദൈവം തന്റെ വാഗ്ദത്തം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ഉടമ്പടി അബ്രഹാമുമായിട്ട് നിത്യതയിൽ കുറിക്കേണ്ടതിന് വേണ്ടി അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോ അതിന്മേൽ ഇറങ്ങി വന്നതായ റാഞ്ചൻ പക്ഷി എന്ന് പറയുന്നത് അബ്രഹാമിനോടുള്ളതായ വാഗ്ദത്തം എടുത്തു കളയുവാനായി ശ്രമിക്കുന്നതായ ജാതീയ രാജാക്കന്മാരുടെ വരവുകളാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? തുടർന്നുള്ളതായ ചരിത്രം, നാം ഇന്ന് വരെയുള്ളതായ ചരിത്രം പഠിക്കുമ്പോ മിസ്രയീം സാമ്രാജ്യം മുതൽ ഒടുവിൽ അവസാനിച്ചതായ റോമൻ സാമ്രാജ്യം വരെയുള്ളതായ ഏതാണ്ട് 6 സാമ്രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രയേലിനെ നശിപ്പിച്ച് കളയുവാൻ, ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഉന്മൂലനം ചെയ്ത് കളയുവാനായി അന്ന് മുതൽ ഇന്ന് വരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. ഇസ്രയേൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തുള്ളതായ ഒരു ചെറിയ രാജ്യത്തിന് ചുറ്റിനും ഏതാണ്ട് 22-ലധികം രാജ്യങ്ങൾ നിന്ന് ഒന്നോടൊന്ന് ശക്തിയായി പൊരുതിക്കൊണ്ട് നിൽക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഉടമ്പടിയുടെ ശക്തിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുമുതൽ അബ്രഹാമിനോട് ചെയ്തതായ ആ ഉടമ്പടി സ്ഥാപിതമായത് മുതൽ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനിയും അത് കുറച്ചു കാലം കൂടെ തുടരും. എപ്പോൾ വരെ തുടരും? മിശിഹാ തമ്പുരാൻ ഇസ്രയേലിൽ തന്റെ ഭൂമിയിലെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ഇറങ്ങി വരുന്നത് വരെ ആ റാഞ്ചൻ പക്ഷികളുടെ ഈ ഇറങ്ങി വരവ് അല്ലെങ്കിൽ ഇതിന്റെ റാഞ്ചൽ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവിക വാഗ്ദത്തത്തെ മാറ്റിക്കളയുവാനായി ലോകരാജ്യങ്ങൾ ഇസ്രയേലിന്റെ മേൽ കടന്നു വരുന്നതിനുള്ളതായ അടയാളമാണ് ഉടലുകളിൽ ഇറങ്ങി വരുന്നതായ റാഞ്ചൻ പക്ഷികൾ. ഇനിയും സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഒരുപക്ഷെ മണിക്കൂറുകളായി കാണും. അബ്രഹാമിന് എന്ത് ചെയ്തില്ല? ദൈവം പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ്. നീ എന്ത് ചെയ്യണം? ഇന്നതിന്നത് കൊണ്ടുവന്ന് അത് പിളർന്നു വെക്കണമെന്ന് ദൈവം തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ദൈവം പറഞ്ഞെങ്കിലും ദൈവം ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം വരുവാൻ അവിടെ താമസം നേരിടുകയാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? ദൈവത്തിന്റെ ജനമായ ഇസ്രയേല് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ദൈവത്തിന്റെ ഇടപെടലില്ലാത്തതായ മണിക്കൂറുകൾ അല്ലെങ്കിൽ നാളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ അടയാളമാണത്. അത് ഇന്നോളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നൊക്കെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ദൈവവും ഇസ്രായേലും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതായ രീതിയിൽ ദൈവത്തിങ്കൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുവാൻ കഴിയാത്തവരായി ഇസ്രായേൽ ജനം തീർന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണോ അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹം അവർ പുറപ്പെടുവിച്ചത്, ആഗ്രഹം അവർ കാണിച്ചത്, ആ സമയം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്ന് ദൈവം അവരെ വിടിവിച്ചതായ അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതായ കാര്യങ്ങളെ അബ്രഹാമിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതായ
ഒരു വിഷയമാണ് അവിടെ നടക്കുന്നത്. അബ്രഹാം, അതിനുശേഷമുള്ളതായ അബ്രഹാമിന്റെ ചെയ്തികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നതായ ഒരു ഒരു സബ്മിഷനിലേക്ക് അബ്രഹാം വരികയാണ്. അബ്രഹാമിൽ നിന്ന് പിന്നെ ഒരു സംശയത്തിന്റെ വാക്കുകൾ അബ്രഹാമിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് തുടർന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അടുത്തത് 13ാമത്തെ വാക്യം. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നപ്പോ അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. അബ്രഹാമിന് ഗാഢനിദ്ര ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു, അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഇറങ്ങി വരുന്നതായ റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളയേണ്ടത് ദൈവത്തിന്റെ ജോലിയല്ല, അത് ആരുടെ ജോലിയാണ്? അത് അബ്രഹാമിന്റെ ജോലിയാണ്. പിന്മാറിപ്പോയത് മൂലം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയത് കൊണ്ട് അവരെ ആക്രമിക്കുവാനായി കടന്നു വന്നതായ ജാതീയ ശക്തികളെ, അധികാരങ്ങളെ നിർമൂലനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അധികാരങ്ങളെ മാറ്റിക്കളയേണ്ടത് ഈ ജനം തന്നെയായിരിക്കണം, അബ്രഹാം തന്നെയായിരിക്കണം, അഥവാ അബ്രഹാമിന്റെ സന്തതികൾ തന്നെയായിരിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുടർന്നുള്ളതായ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോ ദൈവം അതിനുള്ളതായ പദ്ധതികളെ ഒരുക്കി കൊടുക്കും. ദൈവത്തിന്റെ ജനം തന്നെയാണ് തന്റെ ശത്രുക്കളുടെ നേരെ യുദ്ധത്തിന് പോകുന്നതും അവരെ കീഴ്പ്പെടുത്തുന്നതും. അപ്പൊ നമ്മളെ സംബന്ധിച്ചും ഇതിനകത്ത് നമുക്ക് പഠിക്കുവാനുള്ളതായ ആത്മീയ ദൂതുകൾ ഒത്തിരിയുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ടാണ്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിലും ഇടയ്ക്ക് നാം ദൈവ വഴി വിട്ടു പോയാൽ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് എത്താതിരിക്കത്തക്ക വിധത്തിൽ പല വിഷയങ്ങൾ നമ്മുടെ അനുഗ്രഹത്തെ റാഞ്ചിക്കൊണ്ടു പോകുവാനായിട്ട് കടന്നു വരും. പക്ഷേ അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നില്ല, ദൈവിക വാഗ്ദത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്ന് കാണുമ്പോ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക? മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നമ്മുടെ വാഗ്ദത്വങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ നിൽക്കുന്നതായ സാത്താന്യ മണ്ഡലങ്ങളുടെ മേൽ ദൈവശക്തിയിൽ നാം അവയെ ജയിക്കണമെന്നുള്ളതാണ് നമുക്കുള്ളതായ ആത്മീക ദൂത്. അല്ലാതെ നാം ദൈവ വഴി വിട്ടു പോയതിനു ശേഷം നമ്മുടെ വാഗ്ദത്വങ്ങൾ അന്യം നിൽക്കുമ്പോൾ കർത്താവെ വാഗ്ദത്തം തരണമേ, വാഗ്ദത്തം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന് ദൈവശക്തി പ്രാപിച്ച് നാം തന്നെയാണ് നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന ശത്രുവിന്റെ മേൽ ജയം കൊള്ളേണ്ടത് എന്നാണ് അവിടെ നമുക്ക് പഠിക്കാൻ തരുന്നതായ സ്പിരിച്വൽ ദൂത് അല്ലെങ്കിൽ സ്പിരിച്വൽ മെസ്സേജ്. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിനുശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, തന്റെ വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അപ്പോൾ അബ്രാമിനോട് പറയുകയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഇത് വായിക്കുമ്പോ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? ഇതൊരു ശാപമായിട്ട് അബ്രഹാമിന് കൊടുക്കുന്നതായിട്ടെന്നാണ്. എന്നാൽ ഇതൊരിക്കലും ഒരു ശാപമല്ല. ദൈവം തന്റെ ജനത്തെ യാതൊരു കാരണവശാലും ശപിക്കുന്ന ദൈവമല്ല. ശപിക്കത്തക്ക രീതിയിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കുറവും അബ്രഹാം ചെയ്തിട്ടില്ല. ദൈവത്തെ വിട്ടുപോയിട്ടില്ല, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നിട്ടില്ല.
ദൈവം പറഞ്ഞത് അവൻ കേൾക്കാതിരുന്നിട്ടില്ല. ദൈവം പറഞ്ഞത് കേട്ടുകൊണ്ടവനിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടവനിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ അബ്രഹാമിനെ ശപിക്കുമെന്ന് നാം ഒരിക്കലും കരുതരുത്. ദൈവത്തിന്റെ മുമ്പാകെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരുന്നില്ല. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നതായ കാര്യം സംഭവിപ്പാനിരിക്കുന്നതാ, അല്ലെങ്കിൽ ദൈവം ചെയ്യുവാനിരിക്കുന്നതായ കാര്യം അവരോട് പറയുകയാണ്. എന്താണ്? നിന്റെ സന്തതി സ്വന്തമല്ലാത്തതായ ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അത് യാക്കോവിന്റെ സമയത്ത്, അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോവിന്റെ സമയത്ത് ഇതിന്റെ ആരംഭം കുറിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ദൈവം പറഞ്ഞത് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശം. അപ്പൊ സ്വന്തമായ ദേശം ഏതാണ്? സ്വന്തമായ ദേശം എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദത്വം കൊടുത്തതായ ആ കനാൻ ദേശമാണ് അബ്രഹാമിന്റെ സ്വന്തം. അബ്രഹാം ഇപ്പോൾ പാർക്കുന്നത് ആ സ്വന്തം ദേശത്താണ്. ആ സ്വന്തം ദേശം വിട്ട് സ്വന്തമല്ലാത്തതായ ഒരു ദേശത്തേക്ക് അബ്രഹാം, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികൾ പോകും. അബ്രഹാമിന്റെ സന്തതി പോകും. അവിടെ പ്രവാസികളായി, അവിടെ അടിമകളായി ആ ദേശക്കാരെ 400 സംവത്സരം സേവിക്കുമെന്ന് മാത്രമല്ല, ആ ദേശക്കാർ ഇസ്രയേലിനെ പീഡിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവം ചെയ്തതായ ഒരു വലിയ പ്രവൃത്തിയാണത്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദൈവം തന്റെ ജനത്തെ പരിരക്ഷിക്കുവാൻ, ദൈവം തന്റെ ജനത്തെ സൂക്ഷിക്കുവാൻ ചെയ്ത ഒരു വലിയൊരു പദ്ധതിയാണത്. കാരണം അബ്രഹാം പാർക്കുന്നതായ ദേശമെന്ന് പറയുന്നത് കനാന്യരുടെ ദേശമാണ്. കനാൻ ദേശം എന്ന് പറയുന്നത് കനാന്യരാണ് അവിടെ പാർക്കുന്നത്. കനാന്യരെ സംബന്ധിച്ച് ദൈവത്തിന് വളരെ വെറുപ്പുള്ളതായ ഒരു ജാതിയാ കനാന്യർ. കനാന്യർ ദൈവത്തിന് വെറുപ്പുള്ളവരാവാൻ കാരണം, ഒന്നാമത് അവരെ സംബന്ധിച്ച് ദയർ മാനിറ്റേഴ്സ്, അവർ നരഭോജികളാണ്. രണ്ടാമത് ദൈവമില്ലാത്തവരായി എങ്ങനെയൊക്കെ ദൈവത്തെ പ്രവോക്ക് ചെയ്യുവാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രവോക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതായ ഒരു കൂട്ടരാണ്. കനാൻ ആരാണെന്നറിയണം. കനാൻ ആരാണ്? കനാൻ ശപിക്കപ്പെട്ട ഒരു ജാതിയാണ്. എങ്ങനെയാണ് അവർ ശപിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാ കനാൻ ശപിക്കപ്പെട്ടതെന്ന്. നോഹയുടെ 3ാമത്തെ പുത്രനാണ് ഹാം എന്ന് പറയുന്ന വ്യക്തി. ഹാമിന്റെ മകനാണ് കനാൻ. ഹാം ആരായിത്തീർന്നു? നോഹ സ്വന്തം അപ്പനാൽ ശപിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്ന പുത്രനാണ് ഹാം എന്ന് പറയുന്നത്. ഹാമിന്റെ മകനാണ് കനാൻ. ആ കനാന്റെ സന്തതികളാണ് കനാന്യർ. ആ ശാപം അവരുടെ മേൽ നിൽക്കുകയാണ്. ആ ശാപം അവരുടെ മേൽ നിൽക്കുന്നിടത്തോളം അവർക്ക് ദൈവത്തിന് അടുക്കുവാനോ ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിപ്പാനോ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതായ ഒരു ജാതിയാണ് കനാന്യർ. ക്രമേണ അവരുടെ സ്വഭാവം മാറി, ദൈവം കൊടുത്തതായ സ്വഭാവം അവരിൽ മാറി. അവർ നരഭോജികളായി തമ്മിൽ യാതൊരു മോറൽ വാല്യൂവും ഇല്ലാതെ ഇടപെടുന്നതായ ഒരു കൂട്ടമായി അവർ മാറി. മൃഗങ്ങളെ കൊണ്ടായാലും മനുഷ്യരെ കൊണ്ടായാലും ദൈവത്തിന് ഹിതകരമല്ലാത്തതായ പ്രവൃത്തികളിലേക്ക് അവർ തിരിയുവാനായിട്ടിടയായി. അങ്ങനെ തിരിഞ്ഞതായ ഒരു ദേശത്തെ ദൈവത്തിന് നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അബ്രഹാം ആ ദേശത്ത്, കനാൻ ദേശത്ത് പാർക്കുകയും അബ്രഹാമിന്റെ സന്തതികൾ ആ കനാന്യ ദേശത്ത് വർദ്ധിച്ച് പെരുകുകയും ചെയ്തെന്നിരിക്കട്ടെ. ഇസ്രായേൽ മക്കൾക്ക് അന്നും ഇന്നുമുള്ളതായ ഒരു സ്വഭാവദോഷ്യമുണ്ട്. അവരൊരിക്കലും ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുന്ന ഒരു വർഗമായിരുന്നില്ല അന്ന്. കാണുന്നതിലേക്ക് ചായുന്ന ഒരു സ്വഭാവദോഷം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? കനാന്യരുടെ ദേവന്മാരെ സേവിക്കാനും കനാന്യരുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനും കനാന്യരുടെ പാപത്തിൽ അവർ പങ്കാളികളായി തീരുവാനും
ഇടയായി തീരുമെന്നുള്ളത് കൊണ്ട് അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ ആഗമനം തടയപ്പെടുവാനായിട്ടിടയായിട്ട് തീരും. അബ്രഹാമിന്റെ ആ ജനറേഷൻ പ്യുവർ ജനറേഷൻ ആണെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് ഈ ലോകത്ത് ഭൂജാതനാകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് കനാന്യ ദേശത്ത് അബ്രഹാം തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു കഴിഞ്ഞാൽ തന്റെ മക്കളും മക്കളുടെ മക്കളും അവിടെ വസിപ്പാനിടയായിട്ട് തീർന്നാൽ ആ ഒരു പ്യൂരിറ്റി സൂക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികളെ അവിടെ നിന്ന് മാറ്റേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികളായ യാക്കോബിനെയും യാക്കോബിന്റെ സന്തതികളെയും ആ കനാന്യ ദേശത്ത് നിന്ന് മാറ്റേണ്ടതിന് വേണ്ടിയാണ് മിസ്രയീമിൽ ദൈവം ക്ഷാമം കൊണ്ടുവന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിസ്രയീമിൽ ക്ഷാമം കൊണ്ടുവന്നപ്പോ ആ ക്ഷാമത്തിന് മുമ്പ് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് യാക്കോബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ യോസഫിനെ മിസ്രയീമിലേക്ക് ദൈവം അയച്ചു. യോസഫ് പോയതല്ല, ദൈവം അയച്ചു. അത് യോസഫ് തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ രക്ഷിക്കേണ്ടതിനും കനാൻ ദേശത്തെ ക്ഷാമത്തിൽ നിന്ന് കരകയറ്റേണ്ടതിനുമായി ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ മിസ്രയീമിൽ അയച്ചു എന്ന സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുമ്പോ ജോസഫ് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവമാണ് യോസഫിനെ അവിടെ അയച്ചത്. എന്തിന്? മിസ്രയീം മുഖാന്തരം കനാൻ ദേശത്തെ ക്ഷാമം മാറ്റേണ്ടതിന് ആണ് അയച്ചത്. ആ ക്ഷാമം മാറ്റുന്നതിൽ കൂടെ കനാന്യരുടെ ഇടയിൽ നിന്ന് അബ്രഹാമിന്റെ സന്തതികളെ മുഴുവനായി അവരുടെ മൃഗസമ്പത്ത് ഉൾപ്പെടെ ആടുമാടുകൾ ഉൾപ്പെടെ ദാസിദാസന്മാർ ഉൾപ്പെടെ എല്ലാവരെയും എന്ത് ചെയ്തു? ഒന്നോടെ അവർ മിസ്രയീമിലേക്ക് കൊണ്ടുപോകാനിടയായി. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ട് മിസ്രയീമിലേക്ക് തന്നെ അയച്ചു? വേറെ ഏതെങ്കിലും അയച്ചാൽ പോരായിരുന്നോ? മിസ്രയീമിലേക്ക് തന്നെ അയച്ചത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ അടുത്ത പടിയും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മിസ്രയീമിനെ സംബന്ധിച്ച് അന്ന് ഏറ്റവും സംസ്കാര സമ്പന്നമായ, ഏറ്റവും അന്നത്തെ കാലത്തെ മോഡേൺ സിവിലൈസേഷന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരാണ് മിസ്രയീമിൽ. അവിടെ കൺസ്ട്രക്ഷൻ ആയാലും സയന്റിഫിക് മെത്തേഡുകളായാലും അവിടെ പൊളിറ്റിക്കൽ കാര്യങ്ങളായാലും അതുപോലെ മിലിറ്ററി സിസ്റ്റം ആയാലും ഏത് വിഷയത്തിലും ലോകത്തെ അഗ്രഗണ്യന്മാരായി നിൽക്കുകയാണ് മിസ്രയീമിൽ. നമ്മുടെ അവിടുത്തെ ആ സമയത്തുള്ളതായ കൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് അവിടുത്തെ കൺസ്ട്രക്ഷന്റെ വിവരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അന്ന് കൺസ്ട്രക്ട് ആ സമയത്ത് മോശയുടെ കാലത്തൊക്കെ കൺസ്ട്രക്ട് ചെയ്തതായ പിരമിഡിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇന്നും അജ്ഞാതമാണെന്നാണ് കേൾക്കുന്നത്. എന്റെ ഇരിക്കുന്നതായ ഒരു പുസ്തകമുണ്ട്, ഡിസ്പെൻസേഷണൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് പിരമിഡിനെ കുറിച്ചുള്ളതായ ഒത്തിരി വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നും അതിന്റെ കണക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വളരെ നിഗൂഢമായ കാൽക്കുലേഷൻസ് ആണ് ആ പിരമിഡ് പണിയുവാനായിട്ട് അന്നത്തെ നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരുന്നതായ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ടെക്നോളജിയും അത്രത്തോളം മോഡേണൈസായ ഒരു രാജ്യത്തേക്ക് ഈ കനാനിൽ താമസിച്ചിരുന്നതായ ഇടയന്മാരെ വിടുകയാണ്. ഇടയന്മാരെ സംബന്ധിച്ച് മിസ്രയീമ്യർക്ക് ഇടയന്മാരെന്ന് പറയുന്നത് തികച്ചും എന്താ പറയുന്നത്, നികൃഷ്ടന്മാരാണ്. അവരെ ദളിതന്മാരായിട്ട് കരുതുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ദളിതന്മാരായിട്ട് കരുതുകയാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ളതായ ഒരു കുടുംബ ബന്ധമോ അവരുമായിട്ടുള്ളതായ ഒരു അലയൻസോ ഉണ്ടാക്കുവാൻ മിസ്രയീമ്യർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വചനം പറയുന്നത് ഇസ്രായേല്യരെ മിസ്രയീമ്യർക്ക് അറപ്പായിരുന്നു, അബോമിനേഷൻ ആയിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ താല്പര്യപ്പെട്ടാൽ പോലും മിസ്രയീമ്യർ അവരെ അടുപ്പിക്കുകയില്ല. ഒരു കുടുംബ ബന്ധത്തിനോ ഒരു വിവാഹ ജീവിതത്തിലോ പ്രവേശിക്കുവാൻ ഇസ്രായേലർക്ക് മിസ്രയീമ്യരുമായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആ പ്യുവരിറ്റി നിർബന്ധമായി അവർ സൂക്ഷിക്കേണ്ടതായി വന്നു. 400 വർഷം കൊണ്ട് അവർ എന്ത് ചെയ്തു? ഒരു സാമ്രാജ്യമായി വളരുക മാത്രമല്ല,
ലോകത്തിലുള്ളതായ ടെക്നോളജിയിൽ അവര് പഠിക്കുവാനുള്ളതായ സാഹചര്യം അവർക്ക് കൊടുത്തു. മോശയെ സംബന്ധിച്ച്, അവരുടെ നേതാവായ മോശയെ സംബന്ധിച്ച് വായിക്കുന്നത് ഇസ്രായേലിലെ സകല ജ്ഞാനത്തിലും നിപുണനായിരുന്നു എന്നാണ് നമുക്ക് മോശയെ കുറിച്ച് വായിപ്പാൻ കഴിയുന്നത്. അപ്പോ അന്ന് ആ സമ്പദ്സമൃദ്ധമായ, ആ സംസ്കാര സമ്പന്നമായ ആ രാജ്യത്ത് 400 സംവത്സരം അവരായിരുന്നത് കൊണ്ട് ഒന്നാമത് അവരുടെ പ്യൂരിറ്റി അവർക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞു. രണ്ടാമത് ലോകപ്രകാരമുള്ളതായ ജ്ഞാനികളുടെ ഒരു കൂട്ടം അവരിൽ നിന്ന് തന്നെ ഉളവാകുവാനിടയായിട്ട് തീർന്നു. ദൈവം തന്റെ ജനത്തെ ഭൂമിയിലെ ഭോഷന്മാരായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്റെ ജനത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തുള്ളതായ സകല ജ്ഞാനത്താലും നിപുണരായി, മിടുക്കന്മാരായി തീരുവാനായിട്ടാണ്. നമുക്ക് തരുന്നതായ അവസരങ്ങൾ നാം മുതലാക്കിക്കൊണ്ട് ലോകപ്രകാരവും ദൈവവചനപ്രകാരവും ഉള്ളതായ ജ്ഞാനികളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനായി നമ്മൾ ഒരുങ്ങാം എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് അബ്രഹാമിനോട് യഹോവയായ ദൈവം അരുളി ചെയ്തതുപോലെ 400 വർഷം കഴിഞ്ഞപ്പോ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം ദൈവം കൊടുത്തതായ ഏറ്റവും വലിയ അടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് ഇതാണ്. 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ളതായ വാക്യം. ഇസ്രായേൽ ജനത്തിന്റെ അതിര് അബ്രഹാമിന് യഹോവയായ ദൈവം കൊടുത്തതാണ്. എന്താണ്? ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ളതായ ഈ ദേശം, ആ 2 നദികൾക്കിടയ്ക്ക് അല്ലെങ്കിൽ സമുദ്രം മുതൽ നദി വരെയുള്ളതായ ആ ദേശം മുഴുവനും അബ്രഹാമിന് കൊടുത്തതാണ്. അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേൽ ജനത്തിന് ഇന്ന് ആ ദേശം മുഴുവനും കൈവശമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ കൈവശമാക്കുവാൻ ഉള്ളതായ യജ്ഞത്തിലാണ് അവർ അത് കൈവശമാക്കും. എപ്പോഴെങ്കിലും, എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി കൈവശമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോഴായിരിക്കും. ഇപ്പോഴവർക്ക് പാർക്കുവാൻ ആവശ്യമായ സ്ഥലത്തിന് വേണ്ടിയുള്ളതായ പോരാട്ടമാണ് മധ്യേഷ്യയിൽ ഇന്ന് നാം കാണുന്ന ഈ യുദ്ധങ്ങളുടെ എല്ലാം കാരണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിന് കൊടുത്തതായ അല്ലെങ്കിൽ അബ്രഹാമിയ ഉടമ്പടിയുടെ തുടർച്ചയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നതായ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം. അങ്ങനെ നോക്കുമ്പോ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഇസ്രായേലിനെ സംബന്ധിച്ചും നമ്മെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ 2ാമത്തെ ഘട്ടത്തിന്റെ ആദ്യ ഭാഗമാണത്. തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചുവല്ലോ. ആ 15-ാം അധ്യായത്തിലെ മാർമികമായ വിഷയങ്ങൾ അല്പമായിട്ടെങ്കിലും ഗ്രഹിപ്പാനിടയായിട്ട് തീർന്നു എങ്കിൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.